സംഘടനയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കുമ്പോൾ ഈ സംഘടനയുടെ ആൻസറബിൾ പേഴ്സൺ എന്നുള്ളത് മോഹൻലാൽ തന്നെയാണ്, സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക്. ഈ കൂട്ടരാജി എന്നത് ഒരു ഒളിച്ചോട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പറ്റുന്നത്. ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നതുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും ഇവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഏറെ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ അമ്മ സംഘടനയിലെ 18 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂട്ടമായി രാജിവെച്ചു. ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സിദ്ദീഖ് രാജിവെച്ചിരുന്നു. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾക്കെതിരെയും ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിക്കെതിരെയും അലിഗേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞങ്ങൾ രാജിവെക്കുന്നു എന്നാണ് പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. ഈ രാജിവെക്കൽ കൊണ്ട് ഈ വിഷയം പരിഹാരമാകുമോ? സ്വാഭാവികമായിട്ടും രാജിവെക്കൽ, ഈ കൂട്ടരാജി എന്നത് ഒരു ഒളിച്ചോട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പറ്റുന്നത്. കാരണം അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, ഞങ്ങൾ തിരുത്തൽ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷനാണ് ഈ രാജി എന്ന് പറയുമ്പോഴും നമുക്കത് വ്യക്തമായിട്ട് അറിയാം ഇതൊരു ഒളിച്ചോട്ടമാണ്. റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒക്കെ ഒളിച്ചോടുന്ന ഒരു പ്രവണതയാണ് ഈ കൂട്ടരാജി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് 1994 അമ്മ സംഘടന രൂപീകരിക്കുന്നത്. ഇതിന്റെ രൂപീകരണ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ അഭിനേതാക്കളായ അംഗങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം, അവരുടെ വേതനം ഉറപ്പാക്കണം, സൗകര്യങ്ങൾ ഉറപ്പാക്കണം, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉന്നമനം സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന്റെ തുടക്കം എന്നുള്ളത് 2017 ഫെബ്രുവരിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ്. അപ്പൊ ആ സമയത്ത് അമ്മ സംഘടന ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ നടിക്ക് ആവശ്യമായ എല്ലാവിധ നിയമസഹായങ്ങളും സുരക്ഷയും ഉറപ്പാക്കുമെന്നുള്ളത്. ആ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളെയാണ് പിന്നീട് റിമാൻഡിലായി ജയിലിൽ പോകുന്ന സാഹചര്യം വന്നത്. അതായത് ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒപ്പം തന്നെയാണ് നടിക്കൊപ്പം ഉണ്ട് എന്നുള്ള സ്റ്റാൻഡ് അമ്മ എടുത്തിരുന്നത്. അതായത് ഒരു ഡബിൾ സ്റ്റാൻഡ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രസ് മീറ്റ് ആയിരുന്നു അന്ന് കണ്ടത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ആ പത്രസമ്മേളനം ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അത് അവൈലബിൾ ആണ്. അന്നും കുറ്റമാധ്യമങ്ങൾക്കാണ് അവര് പറയുന്നത്, മാധ്യമങ്ങൾക്കെതിരെ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ സംഘടനയെ പിളർത്താനുള്ള ശ്രമമാണ് മാധ്യമങ്ങളുടെ എന്നായിരുന്നു. അന്ന് മാധ്യമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചിരുന്ന ആളുകൾക്കെതിരെയൊക്കെ ഇന്ന് കൃത്യമായി അലിഗേഷൻസ് വന്ന് നിലനിൽക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അപ്പൊ ഈ 2017 പത്രസമ്മേളനത്തിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിനെ ഈ അമ്മ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം നടിമാർ ചേർന്ന് സമീപിക്കുകയാണ്. അവർ അമ്മയിൽ നിന്ന് രാജിവെച്ച് പോയി WCC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ച് മുഖ്യമന്ത്രിയെ കണ്ട് ഇവരുടെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ, ജസ്റ്റിസ് ഹേമയെ വെച്ച് ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ WCC രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അവരെ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ എന്തായിരുന്നു? അമ്മ സംഘടന സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നില്ല, പുരുഷ മേധാവിത്വം. ഈ പ്രശ്നങ്ങൾക്ക് അമ്മ അന്ന് അഡ്രസ് ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഈ WCC എന്ന പേരിൽ അമ്മയിൽ നിന്ന് രാജിവെച്ച ആളുകൾക്ക് തൊഴിൽ നിഷേധം ആണ് ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി റിപ്പോർട്ടിൽ പുറത്തു വരുന്നുണ്ട്. ഈ WCCയുടെ കാര്യം പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടത്, അന്ന് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു അസോസിയേഷൻ ആയിരുന്നു WCC. 10 താഴെ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ തന്നെ പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ട്. അതായത് പാട്രിയാർക്കൽ സമ്പ്രദായത്തെ പൊളിച്ചെടുക്കുന്ന ഒരു WCC ആണ് നമ്മുടെ. അവരുടെ ഉള്ളില് ഭയങ്കര പിളർപ്പാണ് നടക്കുന്നത്. അവര് ഒരു ഘട്ടത്തിലും അവര് യോജിച്ചു പോവില്ല എന്നുള്ള രീതിയിൽ ഫെമിനിറ്റി എന്നൊരു ടേം തന്നെ കോയിൻ ചെയ്ത രീതിയിലുള്ള ട്രോള് ചെയ്യപ്പെടുന്ന ഒരു WCC. അവരുടെ ഒരു സമര പോരാട്ടം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. അതായത് ഇപ്പൊ പുറത്തു വരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യം പോലും അന്ന് തുടങ്ങിയൊരു ഇവരൊരു തിരുനാളം ഉണ്ടാക്കുന്നുണ്ട്. ഇവര് സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളത്. 2019 ഡിസംബർ 31 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളും സർക്കാരിന് മുമ്പാകെയും അതുപോലെ വിവരാവകാശ കമ്മീഷനൊക്കെ പരാതി കൊടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരണം, ഇതിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടണം, ഇതിന് പരിഹാരം കാണണം. 4.5 വർഷങ്ങൾക്കിപ്പുറം RTI പ്രകാരം സർക്കാർ ഇതിന്റെ സെൻസേർഡ് കോപ്പി, അഥവാ ഇതിൽ പ്രതികൾ എന്ന് കരുതപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇരകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ആ സെൻസേർഡ് കോപ്പി സർക്കാർ പുറത്തു വിട്ട് കഴിഞ്ഞിട്ട് പോലും അമ്മ സംഘടനക്ക് ഇതിൽ പൂർണ്ണമായി മൗനമായിരുന്നു. ആ സമയം മുതൽ തന്നെ ഇത് ഞങ്ങളെ ബാധിക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഒരു അയഞ്ഞ മട്ടായിരുന്നു. അതായത് ഇത് ഒരു തൊഴിലെടുത്ത് അത് സ്പെസിഫിക് ആയിട്ട് സിനിമ ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും അതിൽ ഏറ്റവും പ്രമുഖരായി നിൽക്കുന്ന ഒരു ബോഡിയാണ് അമ്മ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള
സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അന്ന് തൊട്ട്. ഇപ്പൊ ഈ ഓഗസ്റ്റ് 19 റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 23 ഉച്ചക്കാണ് മാധ്യമങ്ങളെ കാണുന്നത് അമ്മ സംഘടന. അതുവരെ അവർക്ക് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുണ്ടായിരുന്നില്ല. ഈ റിപ്പോർട്ട് വന്ന അന്ന് ഉച്ചക്ക് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞു, ഞങ്ങള് അമ്മ ഷോയുടെ തിരക്കിലാണ്, ഞങ്ങള് ഞങ്ങള് വയനാടിന് വേണ്ടി പിന്നെ പണം സമാഹരിക്കാൻ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്, ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതിന്റെ പരിശീലന പരിപാടിയിലാണ്, അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അത് ആ സംഘടന സ്വാതന്ത്ര്യം, അവർ നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത്. ഇത് ഓരോ പരിപാടിയുടെയും ഗൗരവം കണക്കാക്കണം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇവർ പത്രസമ്മേളനം വിളിക്കുന്നു. ഈ പത്രസമ്മേളനം വിളിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതീവ ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണ്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇവിടെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇത് പറഞ്ഞു തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് റിപ്പോർട്ടിന് അത് ഉൾട്ടടിക്കുന്നു. ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായി നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല, റിപ്പോർട്ടിൽ അവസ്ഥകൾ ഉന്നയിച്ച സ്ത്രീകളെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു ശൈലിയാണ് അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് എല്ലാത്തിനും കൗണ്ടർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടക്കുന്നത്, ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഇല്ല, അതായത് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓരോ സ്പെസിഫിക് കാര്യങ്ങൾക്കും സിദ്ദിഖ് പറയുന്നത്, ഇത് ഞാൻ വർക്ക് ചെയ്യുന്നത് മെയിൻ സ്ട്രീം സിനിമകളിലാണ്, മെയിൻ സ്ട്രീം സിനിമകളിൽ പ്രശ്നങ്ങളില്ല, ഇത് അവിടെ ഇവിടെയും നടക്കുന്ന ചെറിയ ചെറിയ സിനിമകളിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അതിനെ ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിക്കുന്ന അതേ ആൾക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നു. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെയാണ് ആരോപണം. മുകേഷ്, റിയാസ് ഖാൻ, സിദ്ദിഖ്, അങ്ങനെയുള്ള എല്ലാവരും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ ഈ പത്രസമ്മേളനം തന്നെയാണ് ഇവരുടെ നിലപാട് പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ച് ഇവരുടെ ഉത്തരവാദിത്തമില്ലാത്ത ആ സമീപനം പൂർണ്ണമായി വെളിച്ചത്തായി. കാരണം ഇവര് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞത്. ഈ 506 അംഗങ്ങളുള്ള അഭിനേതാക്കളുടെ സംഘടന ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ അതിനെ ചൊല്ലി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചു എന്ന് മാത്രമല്ല, ജോമോൾ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു, എനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളത്. ഇത് ഗൗരവത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിമർശനം വന്നൊരു സാഹചര്യമായിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖിനെതിരെ തന്നെ ആരോപണം വരുന്നത്. അതുപോലെ ലൈംഗിക ആരോപണം കൃത്യമായി വന്നു. അപ്പോൾ ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സിദ്ദീഖ് രാജിവെക്കണമെന്ന് വ്യാപക വിമർശനം ഉണ്ടായപ്പോൾ സിദ്ദീഖ് രാജിവെച്ചു. സ്വാഭാവികമായിട്ട് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കുമ്പോൾ ഈ സംഘടനയുടെ ആൻസറബിൾ പേഴ്സൺ എന്നുള്ളത് മോഹൻലാൽ തന്നെയാണ്, സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക്. അപ്പോൾ തിങ്കളാഴ്ച അതിനുശേഷം എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് പ്രതികരിക്കാമെന്ന് പറയുന്നു, മാറ്റിവെക്കുന്നു. ചൊവ്വാഴ്ച വെക്കാമെന്ന് പറയുന്നു, മാറ്റിവെക്കുന്നു. ശേഷം ഓൺലൈനിൽ ഒരു യോഗം ചേർന്നിട്ടാണ് ഒരു കൂട്ടരാജി തീരുമാനമെടുക്കുന്നത്. ഈ കൂട്ടരാജി തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയം. കാരണം ഇവര് ഈ രാജിക്കത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സാമൂഹ്യ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന അലിഗേഷൻസ്, അതായത് ലൈംഗിക ആരോപണങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റിയിൽപ്പെട്ട അഥവാ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പൂർണ്ണമായി രാജിവെക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് വരി തന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ, അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവരെ ബാധിച്ചിട്ടില്ല, അഥവാ സിനിമയെ മാത്രം കേന്ദ്രീകരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിൽ ഇവർക്കൊരു പ്രതികരണമില്ല. അതാണ് ഒരു ഗൗരവം. രണ്ടാമത്തത്, ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നതുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും ഇവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അതെ, ഇത് ഏറ്റവും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ കൂട്ടരാജി എന്നുള്ളത്. ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഓക്കെ തെറ്റ് തിരുത്തൽ എന്നുള്ള ഇവർ അവകാശപ്പെടുന്ന രീതിയിൽ തിരുത്തൽ എന്ന രീതിയിൽ നമുക്ക് കാണാനേ പറ്റൂല. അഖിലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒളിച്ചോടൽ എന്നൊരു പ്രയോഗം. ശരിക്കും യഥാർത്ഥത്തിൽ ഇവർ നടത്തിയിരിക്കുന്നത് ഒരു ഒളിച്ചോടൽ തന്നെയാണ്. കാരണം സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമൂല്യമുള്ള ആളുകൾക്കെതിരെ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവർ മറുപടി പറയൽ ബാധ്യസ്ഥ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വ്യക്തമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം എറണാകുളത്തെ ഒരു സ്വകാര്യ മാളിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്, ഫുട്ബോൾ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട്. അദ്ദേഹം ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചു വന്നല്ല. അതൊക്കെ ശരി, ഓക്കെ. അദ്ദേഹം പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒന്ന്, വിലക്ക് കൃത്യമായ ആൾ പറയുന്നുണ്ട്. ഈ പാർവതി വിലക്കിന്റെ കാര്യം പറയുമ്പോൾ അതിന് മുമ്പേ വിലക്ക് നേരിട്ട ആളെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ആരാണ് കുറ്റക്കാർ, അവരുടെ പേരുകൾ വെളിച്ചത്താവണം എന്ന് പറയുന്നുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കുന്നു പറയുന്നുണ്ട്. ഇനിയുള്ള വാക്കാണ് ഗൗരവം. അമ്മ സംഘടനക്ക് പിഴവ് സംഭവിച്ചു എന്ന് കൃത്യമായി പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയുന്നത് ജഗദീഷിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ. ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ ജഗദീഷ് അങ്ങനെ ജഗദീഷ് തിരുത്തിയിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ, ജഗദീഷ് തിരുത്തിയപ്പോഴാണ് ഒരു തിരുനാളം വരുന്നത്.
വരുന്നത്. ഒരു സംഘടന ഇങ്ങനെ സമീപിച്ചാൽ പോരാ എന്നുള്ളത്. ഇതിനൊപ്പം പൃഥ്വിരാജിന്റെ 10 വർഷം മുമ്പുള്ള ഇന്റർവ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായരുമായിട്ട് ഉള്ള ഒരു സംസാരത്തിൽ. അതിൽ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്, അമ്മ സംഘടനയിൽ ഇത്തരം നടപടികളും വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് സിനിമയെ സൊസൈറ്റി എങ്ങനെ ബാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ രൂപത്തിലാണ് ഈ സിനിമാ സംഘടന മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലേറെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവരുടെ ഈ പത്രക്കുറിപ്പിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് 2 മാസത്തിന് ശേഷം ഒരു പൊതുയോഗം ചേർന്ന് അടുത്ത ഭരണസമിതിയെ തീരുമാനമെടുക്കും എന്ന് പറയുന്നുണ്ട്. ഈ സിനിമയെ ബാധിക്കുന്ന ഇത്രയേറെ ഗൗരവമുള്ള വിഷയങ്ങൾ നടന്നിട്ടും ഇനിയും 2 മാസം വേണം. അതോ അടുത്ത ഭരണസമിതി തീരുമാനം എടുക്കാൻ. എന്നിട്ട് അടുത്ത ഭരണസമിതി തീരുമാനമായാൽ തന്നെ അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ ഒളിച്ചോട്ടത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം അറിയാനത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഞങ്ങളെ വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദി എന്നുള്ളത്. ഈ തിരുത്തൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 7 വർഷമായി നടി ആക്രമിക്കപ്പെട്ട കേസ് കഴിഞ്ഞിട്ട്. ആ സമയത്ത് വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു. റിഫോർമേഷൻ അവിടെ നിന്ന് നടക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ കൂട്ടരാജി വരെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയേണ്ടത് ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ആരും റെസ്പോൺസിബിൾ അല്ലാതായിരിക്കുകയാണ്. കാരണം ഇനി ഒരു അമ്മ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആർക്കും സംസാരിക്കാൻ പ്രതികരിക്കേണ്ടി വരുന്നില്ല. അത് ഭയങ്കര ഒളിച്ചോട്ടാണ്. ആർക്കും പ്രതികരിക്കാൻ ഒഴിഞ്ഞു മാറാനുള്ള ഏറ്റവും വലിയ അവസരമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എളുപ്പ വഴിയാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സിനിമയെ ബാധിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്ന് ഒഴിഞ്ഞു മാറൽ കൊണ്ട് അമ്മ സംഘടന ഉത്തരവാദിത്വം തീരുന്നില്ല. ഇനിയെങ്കിലും അമ്മ സംഘടന ഇത് സിനിമയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ആ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.